തോൽക്കാനുള്ള മനസ്സില്ല എന്തായാലും. ഓനെ കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതേനും ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു. ഷിരൂരിൽ നിന്നും ഒരു മടക്കമുണ്ടെങ്കിൽ അത് അർജുനനോടൊപ്പമായിരിക്കും എന്ന് പറഞ്ഞ മനാഫ് ഇപ്പോൾ മലയാളികളുടെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അർജുൻ്റെ മൃതദേഹം 71-ാം ദിവസം കിട്ടിയപ്പോഴും മലയാളികളെല്ലാം അതോർത്ത് തേങ്ങുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മനാഫ് എന്ന പേരും മലയാളികളെല്ലാം നെഞ്ചോട് ചേർത്തു. ഇല്ലേ തന്നെയാണ്? തീർച്ചയായിട്ടും. മനാഫ് എന്ന പേര് കേൾക്കുമ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയ വന്നൊരു പോസ്റ്റാണ്, മതം നോക്കാതെ സ്നേഹം തരുന്നവൻ്റെ യഥാർത്ഥ പേര്, അതാണ് മനാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനാഫ് പറയുന്നത്, എനിക്കിനി 4 കുട്ടികളാണ്, അർജുൻ്റെ മോനെയും കൂടെ എൻ്റെ കുട്ടിയായി ഞാൻ നെഞ്ചോട് ചേർക്കുകയാണ്. അവൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ജീവനോടെ കൊണ്ട് കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ജീവനോടെ കിട്ടിയില്ല. കിട്ടിയത് മൃതശരീരമാണ്. അതും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇല്ല. നമുക്കത് പറയാൻ തന്നെ, കാരണം നമ്മളത് പറയുമ്പോൾ ഈ വാർത്ത എപ്പോഴെങ്കിലും കുടുംബാംഗങ്ങൾ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വേർപെട്ട അവസ്ഥയിലാണ്. DNA പരിശോധനയ്ക്ക് കാർവാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് നാളെ DNA ഫലം വരും. അപ്പോൾ ഇനി മടങ്ങി വരില്ല. ആ സത്യം നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ട് കഴിഞ്ഞു. ജൂലൈ 16 രാവിലെ 8:30 നമ്മളെ തേടി ആ ദുരന്ത വാർത്ത എത്തി. ഒരുപാട് പേർ, ചാനലുകൾ, മാധ്യമങ്ങൾ വഹിച്ച പങ്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, റീച്ചിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാലും, മാധ്യമങ്ങൾ ഒന്നടങ്കം ശിരൂരിലെത്തി ആ മഴയും ആ തണുപ്പും ഒന്നും വകവയ്ക്കാതെ അർജുൻ്റെ കുടുംബത്തോടൊപ്പം, അർജുൻ്റെ എനിക്ക് തോന്നുന്നു സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ഈ തുടക്കം മുതൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഒരു കേരളക്കര ആകെ അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് വേണ്ടി കരഞ്ഞു എന്നുള്ളതാണ്. ഇനി 71 ദിവസം പൂർത്തിയായപ്പോഴാണ് ട്രക്ക്, നാവികസേനയുടെ രേഖാചിത്രം തയ്യാറാക്കിയതിലൂടെയാണ് ട്രക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ട്രക്ക് തിരിച്ചെത്തിച്ചു. അതിൽ ഇന്ന് രാവിലെ കണ്ട ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത, അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് ആ വാഹനത്തിലുണ്ടായിരുന്ന ഷർട്ട് അർജുൻ അവസാനമായി ധരിച്ചിരുന്നതാണ് എന്ന് പറയുക മാത്രമല്ല, അർജുൻ ഉപയോഗിച്ചിരുന്ന ടവലാണ് അല്ലെങ്കിൽ പുതപ്പാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ഒരു നിമിഷം നമുക്കൊന്നത് നെഞ്ചിൽ എന്തോ ഒരു പിടപ്പ് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇനി വരില്ല, അത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ഭാര്യയുടെ ആ ജോലി സ്ഥലത്തിരുന്നപ്പോഴാണ് ഈ ശരീരം കിട്ടിയത് എന്ന് പറയുമ്പോൾ അവരൊരു നോട്ടം, അവരിയ്ക്കുന്ന ആ ഒരു അവസ്ഥ, സത്യത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ നമ്മൾ ഏതൊക്കെ തരത്തിൽ വേദനിക്കും, ആ തരമാണ് ഇന്നലെ മുഴുവൻ. അർജുൻ്റെ മൃതശരീരം കിട്ടിയപ്പോൾ മുതൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് വരെ നമ്മൾ അനുഭവിച്ച ഒരു വേദന, അത് നാളെ എന്ത് വാർത്തയാക്കും എന്നതിലല്ല, അതിനപ്പുറം ഇപ്പോൾ അർജുൻ്റെ സഹോദരി പറഞ്ഞതുപോലെ ഒരു അവരുടെ ഈ ജാതിയുടെ ഇത് വെച്ച് അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ഇത് വെച്ച് ശേഷക്രിയ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്കൊരു സമാധാനമായേനെ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ പ്രതീക്ഷ അസ്തമിച്ച സമയത്ത് അവർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ മനാഫിനെതിരെ തുടക്കം മുതൽ കുറച്ച് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ലോറിയിൽ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ. ലോറിയിൽ ഞാൻ മറ്റൊരു ചാനലിൽ നിന്ന് വാർത്ത ചെയ്തപ്പോൾ ഒരാൾ കമന്റിട്ടതാണ്, ആ ലോറിയുടെ അകത്ത് കള്ളപ്പണമുണ്ട്, ആ കള്ളപ്പണം കൊണ്ടുവന്ന സമയത്താണ് ഈ ലോറി മറിഞ്ഞത്. അതാണ് മനാഫ് ആദ്യം ഈ മണ്ണിനടിയിലാണ് ലോറി ഉണ്ട് എന്ന് തറപ്പിച്ച് പറഞ്ഞത്. തന്നെയാ ആൾക്കാർക്ക് പലതും ആരോപിക്കാൻ കഴിയും. അതെ, ഇപ്പൊ തന്നെ ഓരോ മരണവും അത് ആരുടേതാവട്ടെ, അത് കൂടെ ഉള്ളവർക്കെല്ലാം തീരാവേദന തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ മനാഫിന്റെ കൂടെ മനാഫിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അർജുൻ. അങ്ങനെ വരുമ്പോൾ എന്തായാലും അവർ തമ്മിലൊരു അടുപ്പം ഉണ്ടാവും, ഇല്ലേ? ഇപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ MD ആരാണ്, നമ്മുടെ സീനിയേഴ്സ് ആരാണ്, എന്നാലും നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്യുമ്പം പരസ്പരം ഒരു ബോണ്ട് എല്ലാവർക്കും ഉണ്ടാവും, ഇല്ലേ? അപ്പം കൂടെയുള്ള ഒരാൾ അപകടത്തിൽ പെടുമ്പോൾ അവിടെ ഈ മതം വലിച്ചിഴക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സോഷ്യൽ മീഡിയ ഇപ്പം തന്നെ ആദ്യം പറഞ്ഞു, മതം പോലും നോക്കാതെ ഒന്നിച്ച് എന്ന് മുതലേ ഈ മതം നോക്കി നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ജോലി, നമ്മുടെ കൂടെ ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും മതമോ ജാതിയോ ചോദിക്കാറുണ്ടോ? ചോദിച്ചിട്ടാണോ നമ്മൾ ഒന്നിച്ചിരുന്ന് ജോലി ചെയ്യുന്നത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഒന്നിച്ച് ചായ കുടിക്കാൻ പോകുന്നത്, നമ്മൾ ഒന്നിച്ച് തമാശകൾ പറയുന്നത്? ജാതിയോ മതമോ ആരെങ്കിലും നോക്കുന്നുണ്ടോ?
ഇല്ല, ഇത് ഇത്തരം പോസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെ, ഞാനും കണ്ടിരുന്നു. എന്താണ് മതം, ഇപ്പൊ ഇത് ഒരേ മതക്കാരായിരുന്നു എങ്കിൽ ഇത്രത്തോളം മനാഫ് ആഘോഷിക്കപ്പെടില്ലായിരുന്നു എന്ന്. അങ്ങനെ ചിലപ്പം ആഘോഷിക്കപ്പെടില്ലായിരുന്നു, അങ്ങനെ തോന്നുന്നു. എന്താഘോഷിക്കപ്പെടില്ല എന്ന്? ഒരു ചെറുപ്പക്കാരൻ മരണത്തിലേക്ക് പോയി വെള്ളത്തിനടിയിൽ 71 ദിവസം ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലേക്കാണ് ആ ചെറുപ്പക്കാരൻ്റെ ശരീരം പുറത്തെടുക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് അവർ DNA പരിശോധന നടത്തുന്നത്. ഇവിടെ എന്ത് ലാഭമാണ് മനാഫിന് ഇതിലൂടെ കിട്ടുന്നത്? എന്ത് ആഘോഷമാണ് ഇയാൾ? കാരണം അർജുൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അർജുൻ്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ജോലി കൊടുത്തു, കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് പറയുന്നു. ലോറി ഡ്രൈവർ അസോസിയേഷൻസ് അവരെല്ലാവരും എന്താണ് വേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. ഇതിൽ മനാഫിൻ്റെ ലാഭം എന്താണ്? ഇൻഷുറൻസ് കിട്ടുമെന്നോ? ആ ലോറി പുറത്തെടുത്താൽ മനാഫിന് ഇൻഷുറൻസ് കിട്ടും, അതാണ് മനാഫിന്റെ ലാഭം. സ്വാഭാവികമായ പ്രക്രിയയാണ്. അതപ്പോ ഒരു വാഹനം പിടിച്ചാൽ ആ വാഹനത്തിന് ബുക്കും പേപ്പറും കറക്റ്റ് ആണെങ്കിൽ അതിന്റെ ഉടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടും. അതിപ്പോ കോടികളാണോ ലക്ഷങ്ങളാണോ എന്നുള്ളതല്ല, അത് സ്വാഭാവികം. നമ്മളെ ഒരു 2 വീലർ ഇടിച്ചാലും അതിന്റെ കാര്യം കൃത്യമാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അയാൾ പറഞ്ഞു എനിക്കിനി 4 മക്കളാണ്. അപ്പോ ഇപ്പോ മനാഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ, അദ്ദേഹം ഒരു സിനിമാ നടനല്ല ക്യാമറ മുന്നിൽ അഭിനയിക്കാൻ. ഇത്ര പെട്ടെന്ന് കണ്ണീരോടെ അഭിനയിച്ച് പിന്നെ അങ്ങ് വിങ്ങിപ്പൊട്ടി ഒഴുകാൻ അദ്ദേഹം ഒരു അഭിനേതാവൊന്നുമല്ല. ഗ്ലിസറിൻ വെച്ച് അഭിനയിക്കാനൊന്നും അദ്ദേഹത്തിന് അറിയില്ല. കാരണം ഒരു മനുഷ്യന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്കറിയാം ആ മനുഷ്യൻ ഒരുപക്ഷെ അർജുൻ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അർജുൻ്റെ ബോഡിയെങ്കിലും കിട്ടിയല്ലോ എന്നോർത്ത് ആശ്വസിക്കുന്ന ഒരു മുഖമാണ് മനാഫിൻ്റെത് ഇന്നലെ നമ്മൾ കണ്ടത്. കാരണം ആരൊക്കെ ഇനി എന്തൊക്കെ എതിർപ്പുകൾ, എന്തൊക്കെ അവഗണനകൾ, എന്തൊക്കെ വിമർശനങ്ങൾ, ഈ കമൻറ്റോളുകൾ എന്ന് പറയുന്നവർ എന്തൊക്കെ വാരി വിതറിയാലും അതൊന്നും തന്നെ ബാധിക്കാൻ പോലും പോണില്ല. താൻ അർജുനോടൊപ്പമാണ്, അർജുൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് എത്ര മുതലാളിമാർ പറയും. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സ്റ്റാഫ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്റ്റാഫിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം 71 ദിവസം നിന്ന ആളാണ് ഈ മനാഫ് എന്ന് പറയുന്നത്. എത്ര മുതലാളിമാർ നിൽക്കും? ഒരു റീത്ത് കൊണ്ട് വെക്കും, കഴിഞ്ഞു. അവരുടെ കോമ്പൻസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും. അത് നല്ല മനസ്സുള്ളവർ കൊടുക്കും, അല്ലാത്തവർ അതിലും ഇല്ല. തീർന്നു, അവിടെ അവസാനിച്ചു. ഇത് ജൂലൈ 16-ാം തീയതി മുതൽ ഇന്നലെ വരെ, അതായത് സെപ്റ്റംബർ 25-ാം തീയതി വരെ 71 ദിവസം ഇതിൻ്റെ പുറകിൽ നടന്ന് ബോഡി കിട്ടണം. എല്ലാവരും മറന്നപ്പോഴും മനാഫ് അത് മറന്നിട്ടില്ല. സർക്കാരുകളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരാൾ ശിരൂരിലെ ഗംഗാവലിപ്പുഴയിലുണ്ട്, ഞങ്ങൾക്ക് അവനെ ജീവനോടെ അല്ലെങ്കിലും അവന്റെ ശരീരമെങ്കിലും വേണം എന്ന് ആവർത്തിച്ച് സർക്കാരുകളോട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൃത്യമായി അവരുടെ വീട്ടുകാർക്ക് ഇതിനൊരു അവസാനം വേണ്ടേ? എത്ര കാലം അവർ കാത്തിരിക്കും? നമ്മളൊക്കെ ചിന്തിക്കുന്നില്ല, എവിടെയോ ജീവനോടെ ഉണ്ട്. ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇല്ല, ഇനി അദ്ദേഹം ഇല്ല, അതിനൊക്കെ പൊരുത്തപ്പെട്ട് വേണം ജീവിക്കാൻ എന്ന ആ കുടുംബത്തെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. മാധ്യമങ്ങൾ അതിനുശേഷം ഇപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ വയനാട്ടിലെ വലിയ ദുരന്തം വന്നു, അവർക്ക് അവിടെ പോകാതിരിക്കാൻ കഴിയില്ല, അവരങ്ങോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അവിടെയും അവർക്ക് ഇടപെടലുകൾ നടത്താതിരിക്കാൻ കഴിയില്ല, അവർ അങ്ങോട്ട് പോയി. ആ സമയത്ത് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ അർജുനെ മറന്ന് വയനാട്ടിലേക്ക് പോയി. വയനാടും അടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പറയുന്നത് വയനാടിലെ 100 കണക്കിന് ആൾക്കാരുടെ വേദന മറന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മാധ്യമങ്ങൾക്ക് ഓരോ ദിവസവും വരുന്ന ബ്രേക്കിങ്ങുകൾ, വാർത്തകളാണ്, അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം. അവർ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ടാണ് പല കേസുകൾക്കും ഇപ്പോൾ കോടതികൾ തന്നെ പല മാധ്യമങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട്, പല വാർത്തകളും നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതി തന്നെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മാധ്യമ വാർത്തകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള കൈകടത്തലുകൾ അവർക്ക് എല്ലാ വാർത്തകളിലും നടത്തേണ്ടതുണ്ട്. അപ്പോൾ എന്നിട്ടും അവർ അർജുൻ്റെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ്സും എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിന് അതിന് നമ്മൾ ഒരു വലിയ സല്യൂട്ട് കൊടുത്തേ പറ്റൂ. കാരണം തുടക്കം മുതൽ വലിയ വിമർശനങ്ങൾ റിപ്പോർട്ടർ ഏറ്റുവാങ്ങിയെങ്കിൽ പോലും ഈ 71 ദിവസവും റിപ്പോർട്ടറിന്റെ ബ്രേക്കിങ്ങിലുമൊക്കെ രക്ഷാപ്രവർത്തകർ അവിടെ എങ്ങനെ നിൽക്കുന്നു അതിനൊപ്പം അവരുണ്ടായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അത് ആ തുടക്കത്തിലൊക്കെ അവരുടെ റീച്ചാണ്, ഇതാണെന്നൊക്കെ പറയുമ്പോഴും നിരവധി വിമർശനങ്ങൾ അരുൺകുമാർ ഈ അർജുന്റെ വീട്ടിലെത്തിയ ദിവസമൊക്കെ അർജുന്റെ അമ്മയെ ആശ്വസിപ്പിക്കുന്നതും അതൊക്കെ ഒരു മകൻ നഷ്ടപ്പെട്ടു പോയ അമ്മയെ മറ്റൊരു മകൻ ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തോന്നിയത്. എന്തായാലും ഇനി അർജുൻ തിരിച്ചു വരില്ല, പക്ഷേ അതിനെ ആ ശരീരമെങ്കിലും കൊണ്ടുവരണം എന്ന് ദൃഢപ്രതിജ്ഞയോടെ
മുന്നോട്ട് പോയ മനാഫിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത് ആ പോരാളിയെ നമുക്കൊരിക്കലും മറന്നുകൊണ്ട് അർജുൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ പോരാളിക്ക് നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും.